ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ മൗനരാഗത്തിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലെ. അങ്ങനെ നമ്മുടെ കിരണും ബൈജുവും അതേപോലെ തന്നെ രതീഷും കൂടി നേരെ കാട്ടിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് ഏതായാലും അവനെ പിടികൂടിയേ മതിയാവുള്ളൂ, അല്ലാതെ നമുക്കിനി ഒരു രക്ഷയില്ല എന്ന രീതിയിൽ അവിടെ സംസാരിക്കുകയാണ്. അവരെ എല്ലാവരും കൂടി ഇങ്ങനെ കാട്ടിലേക്ക് വരിക. ഈ സമയത്ത് തന്നെ നമ്മുടെ അമലു ആണെങ്കിൽ പൊട്ടിക്കരയുക. മൂപ്പര് കുത്തേറ്റ് അവിടെ പെടഞ്ഞു വീണിരിക്കുകയാണല്ലോ. അപ്പ എണീക്കപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരേറെ കരച്ചില്. ദൈവമേ, എൻ്റെ അപ്പനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുന്ന ആ സമയത്താണ് കിരൺ ഈ ഒരു കാഴ്ച കാണുന്നത്. കിരൺ അങ്ങോട്ട് നേരെ ഓടി ചെല്ലുകയാണ്. അയ്യോ അമലു, എന്തു പറ്റി അപ്പന് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ ആ വിനായകൻ അവൻ എൻ്റെ അപ്പനെ കുത്തി സാറേ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഇതാകെ പ്രശ്നമായല്ലോ. അങ്ങനെ കിരണാണെങ്കിൽ പൾസൊക്കെ നോക്കുകയാണ്. പൾസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നേരെ ഒരു തുടിപ്പ് അവിടെ കിരൺ കാണുന്നുള്ളൂ. അപ്പോഴേക്കും പോലീസും എത്തി. അപ്പോൾ പോലീസാണെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ കുത്തിയിട്ട് പോയതാണ് എന്നിങ്ങനെ പറയുകയാണ്. ആര് സാർ? ചോദ്യമൊക്കെ പിന്നെ ആകാം സാർ, എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇപ്പൊ ജീവന്റെ ഒരു തുടിപ്പ് മാത്രമേ ഉള്ളൂ സാർ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി മൂപ്പനെ പിടിച്ച് പൊക്കുകയാണ്. മൂപ്പനെ പിടിച്ച് പൊക്കിയിട്ട് നേരെ കടത്തിലേക്ക്, അതായത് വഞ്ചിയിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ഗംഗാപ്രസാദ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണല്ലോ. അവിടെ നിന്ന് പരക്കമാഞ്ഞ് ഓടി നേരെ ആ കടവിലേക്ക് എടുത്തോളൂ. ഒറ്റ ചാട്ടം, എങ്ങനെയെങ്കിലും നീന്തി അക്കരയ്ക്ക് എത്ര എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഗംഗാപ്രസാദിന്. അല്ലെങ്കിൽ ഗംഗാപ്രസാദിന്റെ അന്ത്യം കുറിക്കുമെന്ന് ശരിക്കും അറിയുകയും ചെയ്യാം. അങ്ങനെ മൂപ്പനെ വഞ്ചിയിലേക്ക് കടത്തുകയാണ്. അപ്പോഴേക്ക് അമലുവിനോട് പറയുകയാണ്, അമലു നീ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, നീ പൊയ്ക്കോ, ഞങ്ങൾ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം. എൻ്റെ അപ്പന് ഒരാപത്തും വരുത്തല്ലേ. എൻ്റെ അപ്പനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. പൊയ്ക്കോ കുട്ടി, ഇവിടെ നിന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ പെട്ടെന്ന് തന്നെ മൂപ്പനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് നോക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അമല് പോവാണ്. മൂപ്പനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ അമലു ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടി നേരെ അമലുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുകയാണ്. അമ്മയാണെങ്കിൽ ഓടി വരികയും ചെയ്യണം. എന്താ പറ്റിയത്? എന്താ നീ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മേ, അവനില്ലേ വിനായകൻ അവൻ ശരിക്കും കള്ളനാ. അവന് സംസാരിക്കാനായിട്ട് കഴിയും. അപ്പം പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണെന്ന് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ അമ്മക്ക് കാലി വരികയാണ്. അമ്മയാണെങ്കിൽ അമലുവിന്റെ കാരണം അടിച്ച് പുകയ്ക്കുകയാണ്. നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ എന്നിട്ട് നീ അതൊന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഇവൻ കള്ളനാണെന്ന് അപ്പ കണ്ടെത്തിയല്ലോ. ആ സമയത്ത് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെ അപ്പനെ ഒരു മൂർച്ചയുള്ള കമ്പെടുത്തിട്ട് കുത്തി അമ്മ എന്നിങ്ങനെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ പേടിച്ചു പോയി. എൻ്റെ ദൈവമേ, എൻ്റെ മൂപ്പൻ. എന്നിട്ട് എൻ്റെ മൂപ്പൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അന്ന് വന്നില്ലേ ആ സാറുമാര് ആ സമയത്ത് സമയത്ത് അവിടെ വന്നായിരുന്നു. അപ്പോൾ അപ്പനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നിങ്ങനെ പറയുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ മൂപ്പന് ഒരാപത്തും വരുത്തല്ലേ. എന്നിട്ട് എന്തായി? അപ്പൊ കേട്ടത് മുഴുവൻ സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ആ തേനില് വിഷം കലർത്തിയത് അവൻ തന്നെയാണോ? ആ വിനായകനാണോ? നമ്മൾ ഒളിപ്പിച്ച് വെച്ചതല്ലേ അത്? എന്നിട്ട് അവനാണോ ആ തേനില് വിഷം കലർത്തി കൊടുത്തത് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മേ, അതൊന്നും അറിയില്ല, ചിലപ്പോൾ ആയിരിക്കും, അവൻ തന്നെയായിരിക്കും വിഷം കലർത്തി കൊടുത്തത്. നിനക്ക് സമാധാനമായില്ല? പാവം എൻ്റെ വേലു നിന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞതാണ്. അവനെ വിശ്വസിക്കാനായിട്ട് പാടില്ല. എന്നിട്ട് പോലും നീ അതൊന്നും കേട്ടില്ല. എൻ്റെ വേലുവിനെ അപ്പം നീ കുറ്റപ്പെടുത്തി. ഇപ്പോ നിനക്ക് സമാധാനമായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ് ഈ അമലുവിനോട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മോളുടെ അപ്പന് ഒരാപത്തും വരുത്തല്ലേ എൻ്റെ ദൈവങ്ങളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മകത്തേക്ക് കയറിപ്പോവുകയാണ്. അപ്പോഴും അമലു തൻ്റെ വയറിൽ പിടിക്കുകയാണ്. കാരണം ഗംഗാപ്രസാദിൻ്റെ ജീവൻ്റെ തുടിപ്പ് അമലുവിൻ്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു സത്യം കൂടി നമ്മുടെ അമലുവിന് ആരോടും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമലുവിനെ കൊല്ലുമെന്ന് ശരിക്കറിയാം. ഒരു വൃത്തികെട്ടവൻ്റെ കുഞ്ഞാണ് അമലുവിൻ്റെ വയറ്റിൽ ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെ തന്നെയാണ്. അപ്പൊ ഗംഗാപ്രസാദ് നീന്തി വേറൊരു കരയിലേക്ക് വന്ന് നിൽക്കുക. അപ്പോൾ അവിടെ ഒരാൾ മീൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇതെന്താ ഇങ്ങനെ നീന്തി വരുന്നത് എന്ന് ചോദിക്കണേ. ചുമ്മാ ഒന്നുമില്ല, എൻ്റെ കാറ് അപ്പുറത്ത് അക്കരയ്ക്ക് കിടക്കുന്നുണ്ട്, പിന്നെ എനിക്ക് നീന്തണമെന്നൊരു ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് നീന്തിയത്.
ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞു പോയേ. ഇനിയിപ്പോൾ അക്കരെ ചെന്നിട്ട് വേണം ഡ്രസ്സൊക്കെ കൊടുത്ത് പോകാനായിട്ട്. അല്ല, നിങ്ങൾ ചൂണ്ടയിടുകയാണല്ലേ? മീൻ കിട്ടിയോ നിങ്ങൾക്ക്? സാറേ, മീൻ കിട്ടി. ദേ കിടക്കുന്നു മീന്. കൊള്ളാലോ, സിലോപ്പിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അതെ. ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ അത് പിന്നെ സാറേ, ഞങ്ങള് ഷാപ്പിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇത് പിടിച്ചത്. അതിനെന്താ, എനിക്ക് തന്നൂടെ? എനിക്ക് തന്നാലും ഷാപ്പിൽ കൊടുത്താലും പൈസയല്ലേ കിട്ടുന്നത്. എൻ്റെ പൊന്ന് സാറേ, 1000 രൂപയിലും കിട്ടണം. അല്ലാതെ എങ്ങനെയാണ് സാറേ ഞങ്ങൾക്ക് മുതലാവുന്നത്? ഞാനേ 2000 രൂപ തരാം. ഈ മീൻ മുഴുവൻ എനിക്ക് തന്നോളൂന്നേ. ആണോ സാറേ? ഇനിയിപ്പോ ഷാപ്പിൽ ഞാൻ എന്താ പറയാ? ഇനിയിപ്പോ സാറിന് ഈ മീൻ തന്നുമല്ലേ? എനിക്ക് തന്നേ. എങ്കിൽ പിന്നെ ഏറ്റു സാറേ, സാറ് ഈ മീൻ എടുത്തോ, എനിക്ക് പൈസ മാത്രം മതി എന്ന രീതിയിൽ ഇയാൾ പറയാണ്. അതെ, തൻ്റെ ഫോണൊന്ന് എനിക്ക് തരാവോ? അല്ല, ഞാനേ ഇന്ന് ഏതൊന്ന സമയത്ത് ഫോൺ എടുത്തില്ല. ഫോണ് കാറിൽ തന്നെയാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ആലോചിച്ചതേ. ഒന്ന് വിളിക്കാനായിട്ട് ഫോൺ തരാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ ശരി, ഞാൻ ഫോൺ തരാം സാറേ, സാർ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗംഗാപ്രസാദ് ആണെങ്കിൽ ഇയാൾ തിരിഞ്ഞത് വീണ്ടും ചൂണ്ടിടുകയായിരുന്നു. ആ സമയത്ത് ഗംഗാപ്രസാദ് ഒറ്റ ചവിട്ടിന് ഇയാളെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ഫോണും കൊണ്ട് ഗംഗാപ്രസാദ് ആണെങ്കിൽ ഒറ്റ ഓട്ടം അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ മൂപ്പനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ. അത്രയ്ക്കും സീരിയസ് ഘട്ടത്തിലാണ് നമ്മുടെ മൂപ്പൻ കിടക്കുന്നത്. അതായത് തന്നെ കാഷ്വാലിറ്റി മുന്നിൽ തന്നെ കിരണും ബൈജുവും രതീഷും ഒക്കെ ഉണ്ട്. അപ്പൊ കിരണാണെങ്കിൽ എന്നാലും മൂപ്പൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അവളാണെങ്കിൽ അമലു അവനെ പറ്റിച്ചിട്ടാണ് ഗംഗാപ്രസാദിന്റെ വലയിൽ വീണത്. എന്നിട്ട് വേലുവ് പറഞ്ഞ ഒരു വാക്ക് പോലും അമലു കേട്ടില്ല. അമലുവിന് ഗംഗാപ്രസാദിന്റെ സ്നേഹം മാത്രം മതിയായിരുന്നു. ആ ചതിയന്റെ വലയിലവള് വീണില്ലേ, അതുകൊണ്ട് അതെ അപ്പൻ ഇങ്ങനെ സംഭവിച്ചില്ലേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബൈജു ആണെങ്കിൽ എന്ത് പറയാനാണ് കിരണളിയ, ദേ അങ്ങനെയൊക്കെ സംഭവിക്കും. കാട്ടി വളരുന്നവര്. പിന്നെ ഗംഗാപ്രസാദിന്റെ ആ ഒരു വർത്തമാനത്തിലും ആ ഒരു നോട്ടത്തിലൊക്കെ ഏത് പെണ്ണും വീണു പോവും, കാണാനും കൊള്ളാം. അപ്പൊ നാട്ടിൽ നിന്ന് വന്ന ഒരു ചെറുക്കന്റെ മുന്നില് ഏതൊരു കാട്ടുപെണ്ണും വീണു പോകുമെന്നേ. ആ പെണ്ണിനെയും കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല കിരണളിയ. അപ്പോഴേക്ക് രതീഷാണേല് അത് പറഞ്ഞ സത്യം തന്നെയാണ്. അവനെ ആരെയും വീഴ്ത്താനുള്ള ഇതൊക്കെയുണ്ട്. എന്നാലും അങ്ങനെയല്ലല്ലോ ആ വേലു. അവളെ ആണെങ്കിൽ ചെറുപ്പം മുതലേ പറഞ്ഞു വെച്ചതല്ലേ വേലുവിൻ്റെയും അവളുടെയും കല്യാണം നടത്തുമെന്ന്. എന്നിട്ട് അതുപോലും ചിന്തിക്കാതെ എങ്ങനെ അവൾക്ക് മനസ്സ് വന്നു ഒരു ചെറുക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ചെറുക്കൻ്റെ വലയിലേക്ക് വീഴാനായിട്ട്? എൻ്റെ പൊന്ന് കിരൺ സാറേ, അതൊക്കെ അങ്ങനെയാണെന്നേ. അവൻ്റെ വലയിൽ ഏത് പെണ്ണും വീഴും. അതേപോലുള്ള രീതിയിലാണല്ലോ അവൻ കാണിച്ചു കൂടുന്നതും പെരുമാറുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വരേണ്ട കാര്യങ്ങളൊക്കെ വന്നു. ദൈവമേ, മൂപ്പൻ രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയാണ്. ഏതായാലും ഞാൻ ഒന്ന് പോയി കല്യാണിയെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ആണെങ്കിൽ നേരെ ഐസിയുടെ മുന്നിലേക്ക് കയറി ചെല്ലുക. മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ചോദിക്കുകയാണ്, കിരണേട്ട എന്തായി കാര്യങ്ങളെല്ലാം, അവിടെ പോയായിരുന്നോ, എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോഴും കല്യാണി വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ അവനില്ലേ ആ ഗംഗാപ്രസാദ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. രക്ഷപ്പെട്ടു പോയെന്നോ? അതേന്നേ. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മൂപ്പന് വലിയൊരു അപകടവും പറ്റിക്കഴിഞ്ഞു. അപകടം പറ്റിയെന്നോ? എന്തൊക്കെയാ കിരണേട്ടാ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മൂപ്പൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. ആ സത്യങ്ങളും മുഴുവനും അമലിനോട് പറയുകയും ചെയ്തു. അവൻ സംസാരിക്കാൻ ശേഷിയുള്ള ഒരാളാണെന്നും നാട്ടിൽ നിന്ന് വലിയൊരു കൊലപാതകവും ചെയ്തിട്ട് വന്ന ഒരാളാണെന്നും ഒക്കെ എല്ലാ സകലമാന ഡീറ്റെയിൽസ് അറിഞ്ഞു. പിന്നെ മൂപ്പനാണെങ്കിൽ അവനെ തല്ലാൻ തുടങ്ങുന്ന ആ നിമിഷത്തിൽ തന്നെ അവിടെ കാട്ടിക്കിടന്നേച്ച ആ ഒരു വലിയൊരു കമ്പെടുത്ത് മൂപ്പന്റെ പള്ളക്കിട്ട് കുത്തുകയും ചെയ്തു. അങ്ങനെ മൂപ്പൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ജീവന്റെ തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോസ്പിറ്റലാണ് ഇപ്പോൾ, കാഷ്വാലിറ്റി കിടക്കുകയാണെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയും അതേപോലെ തന്നെ രൂപയും ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലായി പോവുകയാണ്. എൻ്റെ ദൈവമേ, എന്തൊക്കെയാണ് കിരണേട്ട ഈ കേൾക്കുന്നത്? ദൈവമേ, പാവം മൂപ്പൻ. ഈ അമലു എന്തിനാണ് ആ വലിയൊരു ചതിക്കുഴിയിൽ പോയി വീണത്? എന്നിട്ട് ഗംഗ എവിടെ പോയെന്നൊരു അറിവുമില്ലേ? ഇല്ല, അവൻ എവിടെ പോയെന്ന് ഒരു അറിവുമില്ല. അപ്പോൾ ആ ക്രിസ്മസിന്
അവൻ വന്നെന്ന് പറഞ്ഞ സത്യം തന്നെയാ. അവൻ അങ്ങനെ പല വേഷത്തിലും വരും. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ആർക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട് കല്യാണി, ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഒളിച്ചാലും അവനെ ഞാൻ കൊന്നിരിക്കും. എങ്ങനെയുണ്ട് അച്ഛന്, എന്ത് പറഞ്ഞു ഡോക്ടർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണി പറയാണ്, ആ വിഷം ഉള്ളിൽ ചെന്നില്ലേ, വിഷം ഉള്ളിൽ ചെന്ന് കുടല് മുഴുവൻ കത്തിപ്പോയെന്നാ പറഞ്ഞത്. പതുക്കെ പതുക്കെ റിക്കവറായിട്ട് വരുന്നുള്ളെന്നാണ് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത്. പിന്നെ നാവും ഒക്കെ വായൊക്കെ പൊള്ളി അച്ഛൻ്റെ. ദൈവമേ, എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. നമ്മളാരും അത് കഴിക്കാതിരുന്നത് നന്നായി. അങ്ങനെയായിരുന്നെങ്കിൽ ഗംഗയുടെ ആ ഒരു ഉത്തരവാദിത്തം തീർന്നാനായിരുന്നു. കാരണം നമ്മളെ എല്ലാവരെയും തീർക്കാൻ വേണ്ടിയാണ് അവൻ ഇടക്കിടക്ക് നാട്ടിലേക്കൊക്കെ എത്തി നോക്കുന്നത്, കാട്ടിൽ പോയി ഒളിച്ചു താമസിച്ചത്. എന്നാലും കിരണേട്ടൻ അവൻ ചത്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വന്നാൽ മതിയായിരുന്നു. അവൻ രക്ഷപ്പെട്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ. അവൻ രക്ഷപ്പെട്ടതാണ് ഇപ്പൊ എല്ലാത്തിനും കാരണം. പാവം ദേ അച്ഛനും ഇങ്ങനൊരു ഗതി സംഭവിച്ചല്ലോ. അപ്പൊ നമ്മുടെ കിരണാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ്. എന്ത് ചെയ്യാനാണ്, ദേ എല്ലാം ഇപ്പൊ എന്റെ തെറ്റാണ്. അവൻ മരിച്ചെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം ഞാൻ ആ കാട്ടിൽ നിന്ന് വന്നാൽ മതിയായിരുന്നു. ഇപ്പോ എൻ്റെ എല്ലാം തെറ്റായിപ്പോയി കിരണേട്ടാ. ഇനി സ്വയം പഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. എങ്ങനെയെങ്കിലും മൂപ്പൻ രക്ഷപ്പെടണമല്ലോ, അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. ഇനി ഗംഗ എവിടെ പോയി ഒളിച്ചാലും കണ്ടെത്തണം. ഇനിയിപ്പോൾ കാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇനി നാട്ടിലേക്ക് തന്നെ വരും. ആർക്കൊക്കെ എന്തൊക്കെ അപകടം പറ്റാൻ പോകുന്നെന്ന് ഇനി കണ്ടറിയാം എന്ന് നമ്മുടെ രൂപയും കല്യാണിയും കൂടി അവിടെ പറയാണ്. കിരണാണെങ്കിൽ ആകെ സങ്കടവും തോന്നുന്നു. ഇല്ല കല്യാണി, ഇനി ഞാൻ അവനെ കൊല്ലും. ഇനി അവനെ കൊല്ലാതെ എനിക്ക് വിശ്രമമില്ല. എൻ്റെ കൈകൾ കൊണ്ട് തന്നെ അവൻ മരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ നേരെ കേശവട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കല്യാണിയും ആണെങ്കിലും രൂപയാണെങ്കിലും ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിലാണ്. ഒരു ദുരന്തം മാറുമ്പോൾ ഒരു ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണല്ലോ, ഇനി അവനെ എപ്പോൾ അവസാനിപ്പിക്കും? അവനെ അവസാനിപ്പിക്കാതെ ഒരു രക്ഷയില്ലല്ലോ അമ്മ എന്ന് രൂപയും പറയാണ്. അങ്ങനെ കേശവട്ടിയുടെ മുന്നിൽ കാത്തു നിൽക്കാം. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, ഡോക്ടർമാർ ഇറങ്ങി വന്നായിരുന്നു ചോദിച്ചപ്പോഴേക്കില്ല, ഒന്നും പറയാനും ആയിട്ടില്ലല്ലോ, എന്തായി സാറിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ രതീഷ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ്. അച്ഛൻ്റെ വായൊക്കെ പൊള്ളിപ്പോയെന്നാണ് ഇപ്പോൾ കല്യാണിയെയും അമ്മയെയും കണ്ടപ്പോൾ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. ദൈവമേ, എന്തൊരവസ്ഥയാണിത്. അപ്പോൾ അതേ തേനിൽ വിഷം കലർത്തിയതും ഒക്കെ അവൻ തന്നെയാണ്. അതിനിപ്പോൾ യാതൊരു സംശയമില്ലല്ലേ, അതിന് സംശയിക്കാനുണ്ടോ എന്ന രീതിയിൽ തന്നെ നമ്മുടെ കിരൺ അവിടെ പറയുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, ഡോക്ടർ എന്തായി ഡോക്ടർ കാര്യങ്ങളെല്ലാം, മൂപ്പൻ രക്ഷപ്പെട്ടോ, മൂപ്പൻ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ ജീവന്റെ ഒരു തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതും ഇല്ലാതെയായി, ആള് പോയി. ഇനിയൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണ് സങ്കടം കൊണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എൻ്റെ ദൈവമേ, ആ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ആയോ ദൈവമേ എന്ന് ചിന്തിച്ച് നമ്മുടെ കിരണങ്ങട് കരയാണ്. ബൈജുവിനും രതീഷിനും അതൊട്ടും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം മൂപ്പം മരിച്ചെന്ന് ഇനി എങ്ങനെ വീട്ടുകാരുടെ മുന്നിൽ പറയുമെന്നാണ് നമ്മുടെ കിരൺ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോഴാണ് കല്യാണി എന്തായി മൂപ്പനെന്ന് അറിയാൻ വേണ്ടി അവിടെ നിന്ന് നേരെ കിരണിന്റെ മുന്നിലേക്ക് വരുന്നത്. കിരണേട്ട, എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ കല്യാണി പോയി, കല്യാണി നമ്മളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു, മൂപ്പൻ മരിച്ചു കല്യാണി എന്ന് പറയാ. ഇതും കല്യാണിക്കും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. എന്താ കിരണേട്ട ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, സത്യം തന്നെയാണ്, ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്ന രീതിയിൽ തന്നെ പറയാണ്. ഇവർക്ക് ആർക്കൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഇനി എങ്ങനെ മൂപ്പന്റെ ഭാര്യയെയും മകളെയും അറിയിക്കുമെന്ന് പോലും അറിയില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ അമലുവിനെ കാണിക്കുകയാണ്. അപ്പോൾ അമലു ആണെങ്കിൽ ഇങ്ങനെ അവരുടെ വീടിന്റെ വാതിക്ക് ഇങ്ങനെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഈ ഗംഗാപ്രസാദിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഗംഗാപ്രസാദ് തന്നെ മയക്കിയതും അതിനുശേഷം ഗംഗാപ്രസാദ് തൻ്റെ അപ്പൻ്റെ വയറ്റിലിട്ട് കുത്തിയതും അങ്ങനെതായ കുറേ കാര്യങ്ങളെല്ലാം അവിടെ അമലു ആലോചിക്കുക. അങ്ങനെയെല്ലാം ആലോചിച്ചപ്പോഴേക്കും അമലിനൊരു സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അമലിന് ഛർദ്ദിക്കാനും തലകർക്കൊക്കെ ഇങ്ങനെ വരിക, ഓടിപ്പോയി ഛർദ്ദിക്കുകയാണ് അമലു.
അങ്ങനെ അമലു നേരെ ഛർദ്ദിക്കുന്നുണ്ട്. ഇപ്പം അറിയാലോ, കാരണം ഗംഗാപ്രസാദിന്റെ കുഞ്ഞ് അമലുവിന്റെ വയറ്റിലുണ്ട്. അങ്ങനെ അമലു തൻ്റെ വയറിലിങ്ങനെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിട്ട്, ദൈവമേ, അവൻ്റെ കുഞ്ഞാണല്ലോ എൻ്റെ വയറ്റിൽ വളരുന്നത്, ആ ദുഷ്ടൻ്റെ, ആ വൃത്തികെട്ടവൻ്റെ കുഞ്ഞാണല്ലോ എൻ്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഞാനിതെങ്ങനെ സഹിക്കും, എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നും അമലു അവിടെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.